ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീട്ടിലെങ്ങനെ നാച്ചുറലായിട്ട് ഫുഡ് ജെൽ കളർ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ റെഡ് കളറിലുള്ള ജെൽ കളറാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ടുള്ള ജെൽ കളർ തന്നെയാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പേടിയുണ്ടാവും. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ നല്ല കളറുള്ള ഡാർക്ക് കളറിലുള്ള ബീട്രൂട്ട് തന്നെ എടുക്കുക. ഇതിൻ്റെ കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെഡ് ജെൽ കളർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചിട്ട് പിന്നെ കുറച്ച് കൂടെ ഒഴിച്ച് അങ്ങനെ ടോട്ടൽ അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് അരിച്ചിട്ട് മാറ്റാം. അപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പ് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മിക്സിലേക്ക് ഒരു അരക്കപ്പ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഈ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ അരിപ്പ നിങ്ങൾ പ്രത്യേകം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ണി ഉണ്ടല്ലോ, അത് തീരെ ചെറിയ കണ്ണിയിലൂടെ വേണം അരിച്ചെടുക്കാൻ വേണം. അങ്ങനെയുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ എന്തെങ്കിലും തരികൾ അതിൽ വെട്ടാൽ നമ്മൾ ക്രീമിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ പ്രത്യേകം എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ നീര് മുഴുവനായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ഒരു അരക്കപ്പ് കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇതിൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ആ ഒരു പാനിലേക്ക് വീണ്ടും അരിപ്പ് വെച്ചിട്ട് വീണ്ടും ഇതൊന്നും കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ചെയ്തെടുക്കുന്നത്. ഒരു തുള്ളി അതിൽ നിന്ന് ഒന്ന് ചാടരുത് എന്നുള്ള ഒരു വെച്ചിട്ടാണ് ഞാൻ വീണ്ടും അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഉണ്ടോ കുറച്ചുകൂടെ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പാന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കണം. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കൊരു ജെൽ രൂപത്തിൽ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരും. ആ രീതിയാവോളം നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പകുതിയോളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് കളറിലുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടാവും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അതെടുത്തിട്ട് അപ്പോൾ നമ്മുടെ ജെൽ കളറിൻ്റെ ഒരു പരുവ് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുന്ന സമയത്ത് ഒരു ഒട്ടൽ വരുന്ന അത്രയും മതി. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ, ഇപ്പോൾ അത് നമ്മുടെ ബീട്രൂട്ടല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കളയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് തണുത്ത ശേഷം ബോട്ടിലൊക്കെ ആയിട്ട് സൂക്ഷിക്കാം. ബോട്ടിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ വേറെ കൂടുതൽ കേടുവരാതെക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു 2 മാസം വരെയൊക്കെ ഇത് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം ഞാൻ പറയാം. തണുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു നൂൽ കൺസിസ്റ്റൻസി ഒക്കെ ആവാൻ നിൽക്കുമ്പോൾ അത് കട്ടിയായിട്ട് പോവും നമ്മുടെ ഈ ഒരു സിറപ്പ്, ഈ ഒരു ജെൽ കളറ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉണ്ടാവും നല്ല അടിപൊളി ജെൽ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ക്രീമിലും കൂടെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല തിക്കായിട്ടുള്ള ജെൽ കളറിൻ്റെ സെയിം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും ഇതുണ്ടാവില്ല കേട്ടോ. അത്രയും കളറിൽ ഇത് കുറച്ച് ചേർത്താൽ കിട്ടില്ല. അതിലേറെ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ചേർക്കേണ്ടി വരും. എന്നാലും നമുക്ക് വീട്ടിൽ ചെറിയൊരു കളർ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിത് കേക്കിലും വേണമെങ്കിൽ കേക്കിൽ യൂസ് ചെയ്യുമ്പോൾ ക്രീമിൽ യൂസ് ചെയ്യുന്നവരുടെ കൂടുതൽ കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് റെഡ് വെൽവെറ്റിലൊക്കെ ആയാലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് കളർ കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ കളർ വേണ്ടത് എത്ര ചേർത്താലും കേടില്ലല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കളറിൻ്റെ അത്ര കേടില്ലല്ലോ. അപ്പോൾ ഞാനത് കുറച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു നല്ല ഡാർക്ക് റെഡ് കളർ എന്തായാലും ക്രീമിൽ നമ്മൾ കളർ ചേർക്കുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ സ്റ്റാർ നോസിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു കളറൊക്കെ മതിയല്ലോ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്